ഹായ്, വെൽക്കം ടു SIP. അപ്പോൾ നമുക്ക് ഫാം ഹൗസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ സിറ്റി ലൈഫൊക്കെ മാറി കൃഷിയിടങ്ങളുടെ നടുവിലായിട്ട് വളരെ പച്ചപ്പിൻ്റെയും അല്ലെങ്കിൽ വളരെ മനോഹരമായ കൃഷിയിടങ്ങളോട് കൂടിയ ഏരിയയിലുള്ള ഒരു വീടിനാണ് ഫാം ഹൗസ് എന്ന് പറയുന്നത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്നുകിൽ അവധിക്കാലമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫോ, അപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം അവിടെ വെച്ച് ഒരു ഫാം ഹൗസിൽ നമുക്ക് ജീവിച്ച് തീർക്കാം. അതല്ല, നിങ്ങൾക്ക് അവധിക്കാലം ആഘോഷിക്കാനെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. സോ ഇങ്ങനെ പല പർപ്പസാണ് ഫാം ഹൗസിനുള്ളത്. അതല്ലെങ്കിൽ ഒരു ബിസിനസ് പർപ്പസ് കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിരവധി ഇവൻറ്റുകൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളിന്ന് കണ്ടു കാണും പല ചെറിയ ചെറിയ ഇവൻറ്റുകൾ, അതായത് ഹൽദി അല്ലെങ്കിൽ പല ഗെറ്റ് ടുഗദറും ഇന്ന് ഫാം ഹൗസിലൊക്കെ വെച്ച് നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾ കാണും. അതിന് വലിയ സംഭവമൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളതിന് ആ കോർട്ട് യാർഡിൽ അല്ലെങ്കിൽ നിങ്ങളതിന് നല്ലൊരു ലോൺ ഏരിയ മാത്രം സെറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ ആവശ്യത്തിനുള്ള ടോയ്ലറ്റ്സ് എന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവൻറ്റ്സുകൾ അവിടെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളൊരു ടൂറിസം അല്ലെങ്കിൽ വിദേശത്ത് നിങ്ങൾ ടൂറിസ്റ്റുകളെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല സ്ഥലത്തു നിന്നുള്ള ടൂറിസ്റ്റുകളെ നിങ്ങൾക്ക് അവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ Airbnb, Booking.com പോലുള്ള സൈറ്റുകളിൽ നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി അപ്ലോഡ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഗസ്റ്റിനെ എത്തിക്കാൻ പറ്റും. സോ അതിനൊക്കെ വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് വേണ്ടത് അതിൻ്റെ ക്വാളിറ്റിയാണ്. നിങ്ങൾ ഈ ഫാം ഹൗസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു കേരള ട്രഡീഷൻ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. അതല്ലാതെ നിങ്ങൾ കുറച്ച് കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് അത് നിർമ്മിക്കാൻ ശ്രമിക്കരുത്. ഇത് ഞാൻ പറയുന്നത് പുതിയതായിട്ട് വാങ്ങിക്കുന്ന ഒരു ഫാം ഹൗസിനെ പറ്റിയാണ്. അതല്ല, നിലവിൽ ഒരു ഫാം ഹൗസ് ഉള്ളതാണെങ്കിൽ അത് വേണ്ടതിൽ റിനോവേറ്റ് ചെയ്ത് നമ്മുടെ കേരള ട്രഡീഷനിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിദേശ ടൂറിസ്റ്റുകളെയൊക്കെ അവിടത്തേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതല്ല, നിങ്ങൾ കുറച്ച് കോൺക്രീറ്റ് വെച്ചിട്ട് കുറച്ച് ബിൽഡിങ്ങുകൾ പണിഞ്ഞു വെച്ചാൽ അവിടത്തേക്ക് ഒരു ടൂറിസ്റ്റും അട്രാക്റ്റ് ആവുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ട്രഡീഷണൽ കം ലക്ഷറികളെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ പക്ക ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ വേണം കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ അതിനെ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ Airbnb-യിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഗസ്റ്റ് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്നുകൊള്ളും. നിങ്ങൾ പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ ചാനലുകളിലും മറ്റും വേണ്ട രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പല ഫംഗ്ഷനുകളും അല്ലെങ്കിൽ വല്ല കോർപ്പറേറ്റ് കമ്പനികളുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇവൻറ്റുകൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസും അതിന് വേണ്ടുന്ന ആഡും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിലേക്ക് ബിസിനസ് കൊണ്ടുവരാവുന്നതാണ്. സോ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഫാം ഹൗസിലെ ഒരു ബിസിനസ് പർപ്പസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതല്ല, നിങ്ങൾക്ക് ഇത് ബിസിനസ് ആക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രമാണെങ്കിൽ ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണോ താമസിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാം ഹൗസിന് കാറ്റിൽ ഫാം ഹൗസ് കൂടെ ആഡ് ചെയ്യണോ, അല്ല അഗ്രികൾച്ചർ മാത്രമാണോ, അവിടെ വിദേശ സ്ഥലത്തു നിന്നുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് കൊണ്ടുവരണോ, ഇതൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. അതല്ല, ബിസിനസ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ ബിസിനസ് നിങ്ങൾക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് നിലവിൽ ഫാം ഹൗസായിട്ട് റൺ ചെയ്യുന്നതല്ല എങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ്, ഒരു ഫാം ഹൗസിലായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നിങ്ങളെടുക്കുന്ന പ്രോപ്പർട്ടി ഫാം ഹൗസ് ആക്കുന്നതിന് പ്രത്യേക തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളത് ബിസിനസ് പർപ്പസ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രോപ്പർട്ടിയിൽ അതിന് അനുവദനീയമാണോ, അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബിസിനസ് പർപ്പസിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അതിനുവേണ്ടി ലൈസൻസുകൾ വേണമെന്നുള്ളത്, അതിന് വേണ്ടുന്ന ആപ്ലിക്കേഷൻസ് കൊടുത്ത് ഉറപ്പായിട്ടും ആ ലൈസൻസുകൾ നിങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് പ്ലാനെങ്കിൽ അതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം അവിടെ പലതരത്തിലുള്ള കൃഷികളും അല്ലെങ്കിൽ നിരവധി പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ സോയിൽ നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ ഫാം ഹൗസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ മൂന്നാർ പോലുള്ള ഏരിയയിലാണ് ഫാം ഹൗസിന് സ്ഥലം നോക്കുന്നതെങ്കിൽ, അതുപോലെ കയ്യേറ്റ ഭൂമിയാണോ, അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും പട്ടയമൊക്കെയുള്ള ഭൂമികൾ അവിടെ അങ്ങനെ സെല്ലായി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഭൂമിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ലാൻഡിൽ ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും സാധിക്കത്തില്ല. നിങ്ങളുടെ പൈസ പോവുകയെ മിച്ചം. അഥവാ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി, അതായത് ഫാം ഹൗസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വാങ്ങുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് മാറ്റണമെങ്കിൽ, അതായത് ബിസിനസ് പർപ്പസിന് വേണ്ടി മാറ്റണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവിടെ പലതരത്തിലുള്ള ആൾട്രേഷൻ ചെയ്യേണ്ടി വരും. മേ ബി അവിടെ ടോയ്ലറ്റ്സ് കുറവായിരിക്കാം, ആ ടോയ്ലറ്റ്സിൻ്റെ എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ അകത്തുള്ള ഇൻറ്റീരിയേഴ്സ് അല്ലെങ്കിൽ മൊത്തത്തിൽ അതൊന്ന് റിനോവേറ്റ് ചെയ്ത് ആവശ്യമുള്ള ഫെസിലിറ്റീസും സൗകര്യങ്ങളും ഒരു ലക്ഷറി സെറ്റപ്പിലേക്ക് മാറ്റി, അതായത് ഫാം ഹൗസാണ് വിത്ത് ലക്ഷറി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് Airbnb-യിലൂടെയും Booking.com-യിലൂടെയും ഈസി ആയിട്ട് നിങ്ങൾക്കപ്പം ഗസ്റ്റിനെ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിൻ്റെ ലക്ഷറി സെറ്റപ്പ്, അതിൻ്റെ റോഡിൻ്റെ ആക്സസ്, അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതൊരു ബിസിനസ് പർപ്പസോടെ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചൂസ് ചെയ്യുന്ന, അതായത് ഫാം ഹൗസിന് ചൂസ് ചെയ്യുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മൂന്നാർ പോലുള്ള അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ അത് വളരെ വർത്തായിരിക്കും.
അതല്ല നിങ്ങളുടെ പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എവിടെ വേണമെങ്കിലും കുഴപ്പമില്ല ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ നിരവധി മൂവിയിൽ, അതായത് സമ്മർ ഇൻ ബദലേമ, അങ്ങനെ പല മൂവിയിലും ആ ഫാം ഹൗസിനെ പറ്റിയുണ്ട്. അപ്പോൾ കാറ്റിൽ ഫാം ഹൗസ് ആണോ, അഗ്രികൾച്ചർ ഫാം ഹൗസ് ആണോ, അതല്ല രണ്ടും കൂടെ ഒരുമിച്ചാണോ, അതല്ല വേറെ എന്തെങ്കിലും ഫാം ഹൗസ് ആണോ തുടങ്ങുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിരവധി ലാൻഡ് ഉണ്ട്, നിരവധി പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും നല്ലത് ഈ ഫാം ഹൗസിനെ പറ്റി പ്ലാൻ ചെയ്യാനും തുടങ്ങാനും ഒക്കെ. അതല്ല നിങ്ങളൊരു ഫസ്റ്റ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരിക്കലും ഫാം ഹൗസ് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം മാത്രം ഫാം ഹൗസിലേക്കൊക്കെ പോകാവുന്നതാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഫാം ഹൗസിനുള്ള പ്രോപ്പർട്ടി ചൂസ് ചെയ്യുമ്പോൾ ഒരു കടലിൻ്റെ തീരത്തോ അല്ലെങ്കിൽ തണുപ്പുള്ള ഏരിയയിലോ നല്ല വനപ്രദേശത്തോ ഒരു ഫാം ഹൗസ് ചൂസ് ചെയ്യുക. അതുപോലെ അതിൽ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഏറ്റവും ട്രഡീഷണലായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും നമ്മുടെ ട്രഡീഷൻ അനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുക. പിന്നീട് ഇൻറ്റീരിയറൊക്കെ നല്ല ലക്ഷറി സെറ്റപ്പ് ചെയ്യണം, പക്ഷേ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ചുള്ള ഒരു കൺസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് റിസർച്ച് ചെയ്ത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള പല റിസോർട്ടുകളും പല ഫാം ഹൗസുകളും ലഭ്യമാണ്. അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടി. സോ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് നല്ലൊരു ഫാം ഹൗസിനുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ നല്ലൊരു ഫാം ഹൗസ് എടുത്ത് റിനോവേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ പർപ്പസോ ബിസിനസ് പർപ്പസോ അതല്ല രണ്ടും കൂടി ആയെങ്കിലും നന്നായി ഇതെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ആയി ഉടൻ വരുന്നതാണ്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അനീഷ് തുളസീധർ. ബൈ.